ഇന്ന് ഈ ഒരു കാലം നമുക്ക് 2024 ഈ ഒരു കാലം ഈ ഒരു സമയം കടന്നു പോവുകയാണ്. ഈ ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ വയസ്സ് അതിനനുസരിച്ച് കൂടിക്കൂടി വരികയാണ്. ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. ഈ ഒരു സമയത്ത് നമുക്കൊന്ന് പഴയ കാലം, അതായത് നമ്മൾ ആ ഒരു ചെറുപ്പകാലത്തെ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് ആ ഒരു ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആദ്യം ഓർമ്മയിലേക്ക് വരുന്നത്, എന്തൊക്കെയാണ്? അതായത് ഒരു ചെറുപ്പത്തെ കാലത്തേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന വെച്ചിട്ട് ആ സമയത്ത് കൂട്ടുകാരോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. ആ ഒരു കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? പണ്ടത്തെ കാലത്തെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ നമ്മളെല്ലാ ആൾക്കാരും നൊസ്റ്റു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളെവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏകദേശം എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ആക്ച്വലി ഞാൻ ഇപ്പോഴും വിചാരിക്കും ഇത്രയും വലിയ ടെക്നോളജികളൊന്നും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജികളിൽ ഒരു ഒരു 70% നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെക്നോളജികളാണെന്ന് വേണമെങ്കിൽ പറയാം. അനാവശ്യമായിട്ട് ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പണ്ട് നമ്മൾ ഓല വീട്ടിലൊക്കെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനും ഓല വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ടെക്നോളജി വളർന്നതിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയ ഒരു സംഭവം അതാണ്. അതായത് ഓല വീട്ടിൽ താമസിക്കുന്നു, അന്ന് ഇതിന് മാത്രമുള്ള കൊതുകുകളില്ല, അന്ന് ചൂടില്ല, ഒന്നുമില്ല. എല്ലാ സ്ഥലത്തും മരങ്ങളും പച്ചപ്പും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീട് ഇവിടെ ആണെങ്കിൽ കുറേ അപ്പുറത്തായിരിക്കും വേറൊരു വീട്. എൻ്റെ വീട്ടിൻ്റെ സാഹചര്യം പറയണമെന്നുണ്ടെങ്കിലും ആകെ 5-6 വീടുകളൊക്കെ ആയിരുന്നു ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞാൽ വെളിയിൽ എവിടെയെങ്കിലും ഒരു കുളം കാണും, അതിനകത്ത് മീൻ കാണും, ചൂണ്ടയിട്ട് പിടിക്കാനായിട്ടുള്ള സ്കീം കാണും. അതുപോലെ ചെറിയ തിട്ടകൾ കാണും, മൺതിട്ടകൾ കാണും, പച്ചപ്പ് എവിടെ നോക്കിയാലും പച്ചപ്പുകളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ ഒരു 2024 നോക്കണ സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു സംഭവമേ കാണാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. അങ്ങനെ ഒരു പച്ചപ്പെന്ന് പറയണ ഞാൻ കണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന ആ പച്ചപ്പെല്ലാം പോയി. ഇപ്പോൾ ഒരു വീട് വെക്കേണ്ട സ്ഥാനത്ത് 2 വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൻ്റെ ഏരിയകളൊക്കെ ഇപ്പോൾ ഫുള്ള് വീട് 2-3 നിലകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ചെടി പോലും നേരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സത്യം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആ പഴയ സംഭവമായിരുന്നു ഇഷ്ടം. നമ്മൾ ഈ ഓല വീട്ടിൽ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ അന്നത്തെ ഉറക്കം ഗുദാഹവ. കാരണം ഫാനില്ല, കൊതുക്. പക്ഷെ ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ പണ്ടത്തെ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കുളമുണ്ട്, കൊതുകുണ്ട്, എല്ലാ സംഭവമുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ നമുക്കതൊന്നും ഒരു വിഷയമില്ലായിരുന്നു എന്നുള്ളതാണ്. ഇത് മരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ള തണുപ്പുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരും. ഇപ്പോഴായിരുന്നാലും ഞാൻ പല സ്ഥലങ്ങളിലോട്ടും പോകുമ്പോഴത്തേക്ക് രാത്രി പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും. അതായത് നമ്മൾ സിറ്റി വിട്ടിട്ട് കുറച്ച് മരങ്ങളുള്ള സൈഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കിടുകിടുകിടുകിടാന്ന് പറഞ്ഞ് വിറയ്ക്കും. കാരണം അത്രയ്ക്കും തണുപ്പ് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് പൊള്ളിക്കൊണ്ട് പോകണ നമ്മളായിരിക്കും അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല തണുപ്പ് കിട്ടണം. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി അതൊക്കെ ഒരു കാലമാണ്. നമ്മൾ ക്രിക്കറ്റ് കളിക്കാനും അതുപോലെ തന്നെ മറ്റേ അതിൻ്റെ 70s കളിക്കാനായിട്ട് ഈ ഓരോ സ്ഥലങ്ങളിൽ നമ്മുടെ അതിന് മാത്രമുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ആക്ച്വലി എല്ലാ വീടിന്റെ നടുക്കായിട്ട് റോഡ് മാത്രം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത്. അത് വലിയ ഡിഫറൻസ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക് ആയിട്ട് എനിക്ക് ഓർമ്മ പറഞ്ഞ ഇതാണ്, നമ്മുടെ ഓലയിട്ട വീടും കുറെ പച്ചപ്പും കുറെ മൺതിട്ടകള്, ചെറിയ റോഡ്. പക്ഷെ അതൊരു സുഖകരമായിട്ടുള്ള ഓർമ്മയും അത് അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പോഴും പല അകത്തായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് നൊസ്റ്റു അടിക്കാറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ 100 രൂപ, അതായത് പണ്ട് 10 രൂപയ്ക്ക് മീൻ വാങ്ങിക്കുന്നത് ഇപ്പൊ 100 രൂപയ്ക്ക് മീൻ വാങ്ങിക്കുന്നു. അത് പണ്ട് 10 രൂപ ഉണ്ടാക്കുന്ന കണക്ക് തന്നെയാണ് ഇപ്പോഴും 100 രൂപ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് 10 രൂപ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നമ്മളിപ്പോൾ 100 രൂപ ഉണ്ടാക്കുന്നില്ലേ? അത് കാറ് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ബൈക്ക് വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ടെക്നോളജി കൂടിയോണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി ഒന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ആ പഴയ കാലം തന്നെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇത്രയും ആക്സിഡന്റ് ഉണ്ടാവുന്നില്ല, ഇത്രയും പൈസകൾ ചിലവാകുന്നില്ല, ഇത്രയും ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും കൂടുതൽ ഓടണോണ്ട് ഒരു ഇതുമില്ല. പണ്ട് നടന്നു പോയി ആ പണി എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വണ്ടിയിൽ പോയി പണി എടുക്കുന്നു. പക്ഷെ പണ്ടത്തെ പൈസ തന്നെ ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നു. ആകെ നമുക്ക് അനാവശ്യമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ പഴയ സംഭവം തന്നെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയാലും മീൻസ് പ്രകൃതി നാച്ചുറൽ പക്ഷെ നേച്ചർ എന്തായിരുന്നാലും അത് തന്നെ അതായിരുന്നാലും എന്താണ് അതില് ആ ഒരു ഇപ്പൊ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയൂലേ, അതേ കണക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഒരു 100 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക്
പണ്ട് ലോകം എവിടെ നിന്നൊക്കെ പൊട്ടിത്തെറിച്ച് പ്രശ്നമായി ദിനോസറൊക്കെ മാഞ്ഞു പോയെന്ന് പറയും കണക്ക് ഈ ലോകവും മിക്കവാറും ഈ പോക്കാണെങ്കിൽ പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വന്ന് ഇതെല്ലാം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോക്കിൽ. ഇതിൽ രണ്ടാമത് പറഞ്ഞ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ കാലത്തിനെ കുറിച്ച് മാത്രമുള്ള പറയാനുള്ള സെറ്റപ്പ് അടുത്ത നോക്കാം. അടുത്ത എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് പറയാം. ഈ ഉത്തരം ഓക്കെ അല്ലേ? ഈ ആദ്യം പറഞ്ഞതിൽ ഉള്ള ഒരു ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഈ ഏറ്റവും ചൂടുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഉൾനാട്ടിലേക്ക് ഒരു പച്ചപ്പും അതുപോലെ തന്നെ ആ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന നേരം നമുക്ക് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ. ആ ഒരു നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റും. അത് ഞാനൊരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത്, ഞങ്ങൾ ഫ്രണ്ട്സ് ഞങ്ങൾ ബൈക്ക് വയനാട് പോവാ. അപ്പോൾ വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് രാത്രിയാണ് പോകുന്നത്. രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിന് ഇവിടുന്ന് പോയിട്ട് നല്ല ചൂടോടാണ് പോകുന്നത്. ആ ഒരു ഹോട്ട് സമയം ഇനി അത് കഴിഞ്ഞ് വയനാട് ചുരം കയറി കഴിഞ്ഞ് ചുരത്തിൻ്റെ അടുത്ത് വരെ പ്രശ്നമില്ല. ചുരം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് തണുപ്പ് അടിച്ചുകൊണ്ടേ നിൽക്കുക. മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. ആ രീതിയിലുള്ള തണുപ്പ്. ആ വണ്ടിയിൽ പോവാണ്, അപ്പോൾ അതിൻ്റെ കാറ്റടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുന്നതിന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അവസാനം അവിടെ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ചു വന്നു. കാരണം ഈ അവിടെ അത്രയും മരങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അത് അത്രത്തോളം വയനാട്ടിൽ അത്രത്തോളം ഇല്ലെങ്കിലും ഇപ്പം നമ്മൾ തന്നെ ഒരു മുൻകൈ എടുത്തിട്ട് നമ്മൾ ഒരു മരം നടുക എന്നുള്ളതൊക്കെ പറഞ്ഞതുപോലെ എനിക്കിഷ്ടമാണ് മരങ്ങളൊക്കെ നടാൻ. അപ്പം ഞാനത് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട് നമുക്ക് ഒരാളെ കൊണ്ട് ജീവിതത്തിൽ ഒരു മരമെങ്കിലും നടുക, അതിനെ ഒരു വർഷങ്ങളോളം പരിപാലിക്കാനോ നോക്കാനോ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമായിരിക്കും. അത് എല്ലാവരും ഒരുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇത് കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞ പോലെ ഈ ലോകം നിങ്ങൾക്ക് നന്നാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും നന്നാക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊരാൾ നന്നായാൽ മതി. അങ്ങനെ കുഞ്ഞുണ്ണിമാഷ് പറഞ്ഞൊരു വാചകം ഓർമ്മയുണ്ട്. അതുപോലെയാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ പണ്ടത്തെ കാലത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. കുറേ കാര്യം ചെയ്യാൻ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ എന്നോടൊരു ഇന്നൊരു 70 വയസ്സ് 80 വയസ്സുള്ള ഒരാളെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായി കുറേ മുന്നേ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ പറ്റി എനിക്ക് പറഞ്ഞ പോലെ തന്നെ പഴയ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതുവരെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് അന്ന് ജീവിച്ചത് എന്നറിയാൻ വേണ്ടിയുള്ളൊരു ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു. ഇന്ന് അതായത് ഒരു ഫോൺ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അന്ന് അതൊന്നും ഇല്ല ഇനി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നമുക്കൊരാൾ മരണപ്പെട്ടെന്ന് അറിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് ലോകത്തുള്ള ഏതൊരാളെ നമുക്ക് അറിയിക്കാം, ഇൻ്റർനെറ്റ് വഴി അറിയിക്കാം. അന്നത്തെ കാലത്ത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത് ഞാൻ ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞത് അന്ന് ഏതെങ്കിലും ഒരാൾ അവരെ ബന്ധുവിനെ പോയി അറിയിക്കും. അത്രയും ദൂരം അന്ന് നടത്തത്തിനും ഓട്ടത്തിനൊക്കെ ഭയങ്കര സ്പീഡാണല്ലോ. അന്ന് അവിടെ പോയി അറിയിക്കും. അവിടെ അറിയിച്ചിട്ട് അവർ വന്നിട്ട് അവരെ ബോഡി എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അത്രയും ദൂരം അവർ പോയി വന്നിട്ട് അവരെ ബോഡി എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് 10 കിലോമീറ്ററൊക്കെ ഞാൻ ചോദിച്ചു. എൻ്റെ വീടിൻ്റെ അവിടുന്ന് ടൗൺ ഏരിയക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കോളേജിലേക്ക് ഇവർ രാവിലെ ഒരു തവണ പോയിട്ട് തിരിച്ചു വരും. എന്നിട്ട് വൈകുന്നേരം എന്തോ ആവശ്യത്തിന് അവിടെ പോയിട്ട് തിരിച്ച് നടന്നു വരും. ഈ ടോട്ടല് 40 കിലോമീറ്റർ ഒരു ദിവസം അവർക്ക് സഞ്ചരിക്കാൻ ഒരു പണിയില്ല. കാരണം വേറെ ആശ്രയിക്കാനുള്ള വേറെ സംഭവം ഇല്ല. നടക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ മനസ്സിൽ അതാണ് ഏറ്റവും ഹൈ. നടന്നു പോവുക അല്ലെങ്കിൽ സൈക്കിളിൽ പോവുക. ഇത് നടന്നാണ് പോയത്. അപ്പോൾ ആ ടൈമിൽ അങ്ങനെ നോക്കുന്ന നേരം അതൊരു കാലഘട്ടം തന്നെ. ഇന്ന് നമ്മൾ ആലോചിക്കുന്ന നേരം അതൊരു കാലഘട്ടം തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മുടെ സ്ഥാനത്ത് ഇനി അടുത്ത തലമുറ 25 വർഷം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ കഥകൾ, അതായത് ഇന്നത്തെ കഥകളൊക്കെ അവർക്കൊരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നാനും ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതൊക്കെ വെച്ച് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറ അന്നത്തെ കാലത്ത് നടന്നാണ് പോയതെന്ന് പറയുന്നേരോ നമ്മൾ പ്രായമായി കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളോട് ഞങ്ങൾ അന്ന് ബസ്സിനായിരുന്നു പോയിരുന്നത്. 25 വർഷം കഴിഞ്ഞാൽ അതിലൊക്കെ ചിലപ്പോൾ ഓൺലൈൻ ആയിരിക്കും. നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങാറുണ്ടോ? അവർക്കൊരു അത്ഭുതം സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പം തോന്നും. അങ്ങനെയൊക്കെയാണല്ലോ ഇനി മെറ്റാവേഴ്സ് ടെക്നോളജിൻ്റെ ഡെവലപ്മെൻറ്റിൽ അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ വെച്ച് നോക്കുന്നേരം ഇനി എന്തായി മാറും കാലഘട്ടം എന്നുള്ളത് വേറെ തന്നെയാണ്. സമയത്തിൻ്റെ കാര്യം പറഞ്ഞത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട്, പക്ഷേ സമയമില്ല. ഇതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ.
പക്ഷെ അന്നും ഇന്നും 24 മണിക്കൂറിന് ഒരു വ്യത്യാസമില്ല. അന്നും സൂര്യൻ ഉദിക്കുന്നത് അസ്തമയമൊക്കെ ഇന്നത്തെ പോലെ തന്നെ ആണ്. പക്ഷെ ഇന്ന് നമ്മൾ ഫോണിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് ഒരു ദിവസം ഒരാൾ സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഫോൺ അഡിക്റ്റ് അല്ല എന്ന് അറിയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ പല ആവശ്യങ്ങളും നിറവേറുന്നത്, ആവശ്യങ്ങൾ ഡേ ബൈ ഡേ കഴിഞ്ഞു പോകുന്നൊക്കെ മൊബൈലായതുകൊണ്ട് നമ്മൾ മൊബൈൽ നോക്കുന്ന നേരം ഒരു 4 മണിക്കൂർ കഴിഞ്ഞാൽ 4-5 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു 5 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ഒരു 10 ദിവസം നോക്കിക്കഴിഞ്ഞാൽ 50 മണിക്കൂർ, ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 150 മണിക്കൂർ. 150 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എത്ര ദിവസം, ഒരാഴ്ച അല്ലെങ്കിൽ അത്രയും ദിവസത്തെ ടൈമുണ്ട്. അത് 24 മണിക്കൂർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-6 ഒരാഴ്ചൻ്റെ അടുത്ത് ആ ഒരു സമയം നമ്മൾ ഒരു മാസത്തിൽ ഒരാഴ്ച നമ്മൾ മൊബൈലിലാണ്. ബാക്കി 22-23 ദിവസം മാത്രമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഒരാഴ്ച പെട്ടെന്ന് പോയതുപോലെ ഫീൽ ചെയ്യും. നമുക്ക് തന്നെ തോന്നുന്നില്ല ഇപ്പോൾ ദിവസങ്ങൾക്ക് എന്ത് പെട്ടെന്ന്. ഇത് ഒക്ടോബർ, ഈ 2024 ഒക്ടോബർ, ഒരു 1.5 മാസം കഴിഞ്ഞാൽ ഈ ഒരു കൊല്ലം കഴിഞ്ഞു. എന്ത് പെട്ടെന്നാ പോയെന്ന് നമുക്ക് ചിന്തിക്കുന്ന നേരം ബാക്കോട് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരുപാട് സമയങ്ങൾ നമ്മളെ മൊബൈലിൽ കൊണ്ടുപോയി. അത് വെച്ച് നോക്കുന്ന നമുക്ക് കുറ്റബോധം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കുറെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, നമുക്ക് ഈ ബന്ധങ്ങളൊക്കെ, ഒരുപാടായ ബന്ധങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം, ആരോട് സംസാരിക്കണം, ആരുടെ അടുത്ത് പോകണം, ആരെ കാണണം, കുറെ നമുക്ക് ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ മൊബൈലില്ലാതെ ഒരു 5 ആൾക്കാർ കൂടി നിന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണെന്നുള്ളത് പറയുന്ന പോലെയാണ്. ഏതെങ്കിലും ഒരാളോ 1-2 ആൾ അതിൽ മൊബൈലിൽ കളിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് അതിൻ്റെ കുറ്റപ്പെടുത്തല്ല, കാരണം അവർക്ക് ആ സമയത്ത് അതിൻ്റെ അയക്കേണ്ട ആവശ്യകത ഉണ്ടാവും. നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ മൊബൈലില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനാണ് ഇന്ന്. അത് വെച്ച് നോക്കുന്ന നേരം പഴയ ആ ഒരു കാലഘട്ടം നമ്മൾ ആ പഴയ കാലഘട്ടത്തിൽ തങ്ങി നിൽക്കല്ല, പക്ഷെ എന്നാലും ഒന്ന് ചിന്തിച്ചു പോകും, അങ്ങനത്തെ ഒരു കാലഘട്ടം ഇന്ന് ആയിരുന്നെങ്കിൽ കുറേ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങൾ, ഡെവലപ്മെൻറ്റ് ഒരു കണക്ക് നോക്കുന്ന നേരം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്, രണ്ടും ഉണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻ്റ് കാര്യം, അതുപോലെ സമയത്തിൻ്റെ കാര്യം, അന്തരീക്ഷത്തിൻ്റെ കാര്യം, ഇങ്ങനത്തെ കുറേ കാര്യമുണ്ടല്ലോ. ഈ കാര്യമൊക്കെ ആലോചിക്കുന്ന നേരം നമ്മൾ ചിന്തിച്ചു പോകും, പഴയ ആ ഒരു കാലഘട്ടം നല്ലൊരു, അന്ന് ജീവിച്ചതൊക്കെ ഭയങ്കര സൗകര്യം കുറവാണെന്നുണ്ടെങ്കിലും ഒരു സമാധാനത്തോടു കൂടി ആയിരുന്നു നമ്മൾ ചിന്തിച്ചു പോകുന്നറിയാതെ. ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് അന്നത്തെ ഒരു ഫ്രണ്ട് സർക്കിൾ അതുപോലെ ഇന്നുണ്ടോ? അതല്ല അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ ഒന്ന് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് പുറത്തിറങ്ങിയിരുന്ന ഫ്രണ്ട്സൊക്കെ വൈകുന്നേരങ്ങളിൽ ഇരിക്കലുണ്ടല്ലോ. ഇപ്പം ഞാനൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് കുറേ മുന്നേ മൊബൈലിലൊരു സജീവം വരുന്നതിൻ്റെ മുന്നേ വൈകുന്നേരങ്ങളിൽ ഞങ്ങളെല്ലാവരും ഇരിക്കും, ഇരുന്നൊരു 5-10 ആൾക്കാർ സംസാരിക്കുക. ഫോണുണ്ടാവും, പക്ഷേ എന്നോട് കുറേ അങ്ങോട്ട് സംസാരിക്കും. അതുപോലൊരു സംഗതി സോണിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയാണ് ആ ഒരു സൗഹൃദം അന്നത്തെ ഇന്നത്തെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ? ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുന്നതല്ലെങ്കിലും നമ്മൾ വളർന്ന് വലുതായി അങ്ങ് പോകുമ്പോഴത്തേക്ക് അതെല്ലാം ആ രീതിക്ക് അങ്ങ് പോകുന്നതാണ്. കാരണം ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട. ഇതാകുമ്പോഴത്തേക്കായിട്ട് നമ്മളൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും പല ജോലിയിൽ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും പോയിട്ടുള്ളത്. ആക്ച്വലി സൈക്കിളിൻ്റെ കേസൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളത്, നമ്മൾ കൂട്ടുകാരന്മാരെല്ലാം അതൊക്കെ ഒരു സമയം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ ഒരു സംഭവത്തിനെ കുറിച്ച് അതൊക്കെ കാണുമെന്നുള്ള കേസ് അറിയില്ല. എല്ലാവരും ബൈക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മേരെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ടൊക്കെയാണ് പോകുന്നത്. നമ്മളൊക്കെ സൈക്കിളൊക്കെ എടുത്ത് സൈക്കിളിൻ്റെ ഫ്രണ്ടിലൊരുത്തൻ ബാക്കിലൊരു പയ്യെ, അങ്ങനെയൊക്കെയാണ് ആക്ച്വലി നമ്മൾ പോയിട്ടുള്ളത്. ഇത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു സമയം ഉണ്ടാവും. നമുക്ക് പണ്ട് അങ്ങനെ കോൺടാക്ട് സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. ഇവിടെ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് 8:30 ഇറങ്ങുന്നു, അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 8:45 അപ്പോൾ അവിടെ നമ്മളെ കൂട്ടുകാരന്മാർ കാത്തിരിക്കും, അവന്മാർ സൈക്കിൾ കൊണ്ട് കാത്തിരിക്കും. സൈക്കിളില്ലെങ്കിൽ സൈക്കിളില്ലാതെ, സൈക്കിളില്ല ഇന്ന് എൻ്റെ സൈക്കിൾ പഞ്ചറായിപ്പോയി, നീ സൈക്കിളിൽ പോവാം, അപ്പം നമുക്ക് 2 കൂടെ പോകാമെന്ന് പറഞ്ഞ് നമ്മൾ സൈക്കിളിൽ പോകുന്നു. അതൊക്കെ ആക്ച്വലി നമ്മൾ എവിടെ പോയിരുന്നാലും സൈക്കിളും കൊണ്ട് പോകുന്നതൊക്കെ തന്നെ ഒരു 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 സുഖപരിപാടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ മൊബൈലും അല്ലെങ്കിൽ കൂട്ടുകാരന്മാരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലും അന്നൊക്കെ നമുക്ക് അന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ ടൈം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസ്, അങ്ങനത്തെ സംഭവങ്ങളാണ്. എവിടെ എടുത്തിരുന്നാലും റീൽസ് തന്നെയാണ്. അന്ന് ഈ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊബൈൽ ഉണ്ടായിരുന്നാൽ പോലും നമ്മൾ പരസ്പരം സംസാരിക്കുകയും കാര്യങ്ങൾ പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുകയൊക്കെ തന്നെയാണ്. ആക്ച്വലി ഇപ്പോൾ ആ ഒരു ബന്ധം നിലനിർത്താനായിട്ട് ഫോൺ സഹായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, മൊബൈൽ ഫോൺ ഇല്ല എന്നുണ്ടെങ്കിൽ
കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഇല്ലാതാവുന്നത്. കമ്മ്യൂണിക്കേഷൻ പണ്ട് നമ്മൾ ഇങ്ങനെ തമ്മിൽ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ പോയി സംസാരിച്ചുകൊണ്ടിരുന്നത് പറയുന്ന സംഭവമേ ഇപ്പം ഇല്ല. ഇപ്പോൾ ഉള്ളതെല്ലാം വാട്സാപ്പ് വഴിയാണ്. ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കല്യാണം എന്ന് പറയുന്ന സംഭവം. ആരെങ്കിലും ഒരു കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ വീട്ടിൽ വരുന്നു, വിളിക്കുന്നു, അളിയ വരണം എന്നല്ലെങ്കിൽ ഇട നീ വരണം, വീട്ടുകാരുടെ അടുത്ത് പറയുന്നു, എല്ലാം പറയുന്നു. ഇപ്പം എന്താണ്, ഏതെങ്കിലും ഇവർ കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പിനകത്ത് ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഇന്നാണ് എൻ്റെ കല്യാണം, വരണം, ഇത്രയേ ഉള്ളൂ സംഭവം. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പം കമ്മ്യൂണിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വേണം എന്നുള്ള സെറ്റപ്പാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ സമയം പോകും എന്നുള്ളത്. പിന്നെ അതിനുശേഷം യൂട്യൂബാണ് കൂടുതലും ഇതായിട്ട് വരുന്നത്. കൂടുതലും എഡ്യൂക്കേറ്റഡ് വീഡിയോസ് കാണാനാണ് എനിക്ക് കൂടുതലും താല്പര്യം. അപ്പം പിന്നെ ഞാൻ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ സെർച്ച് ചെയ്തിട്ടുള്ളൂ. എന്നാലും റീൽസും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കണ്ടുപോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു മൊബൈലിൻ്റെ യൂസം കുറച്ചിട്ട് വാട്സപ്പൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കളയണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സന്യസിക്കാൻ പോകേണ്ടി വരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവം എടുത്തിരുന്നാലും ഇൻ്റർനെറ്റ്, മെസ്സേജ്, ഇങ്ങനത്തെ സംഭവങ്ങളുമായിട്ട് മൊബൈൽ കണക്റ്റഡ് ആണ്. നമ്മളെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറയൂലേ എപ്പോഴും മൊബൈലിൽ തന്നെ. ആക്ച്വലി ആ മൊബൈൽ എന്ന് പറയുന്ന സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സംഭവമേ ഇല്ലെന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കുറഞ്ഞ് നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ടെങ്കിലും ഇപ്പം ഞാൻ ഇന്ന ജോലി ചെയ്യുന്നു, ആ സംഭവത്തിന് മൊബൈൽ എന്തായിരുന്നാലും വേണം, വാട്സപ്പ് എന്തായിരുന്നാലും വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അത് ഏറ്റവും കുറഞ്ഞത് നമ്മളെ സൗഹൃദമെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ വാട്സപ്പ് എങ്കിലും വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ആകെയുള്ള പ്രശ്നം. അതായത് നമ്മൾ ആ വാട്സപ്പിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന ആൾ ഈ ലോകത്തുനിന്നേ അങ്ങ് പോയ കണക്കാണ് ആക്ച്വലി നമുക്ക് ഫീൽ ആകുന്നത്. ഈ ലോകത്തുനിന്നേ അങ്ങ് പോയി. എങ്ങനെ മെസ്സേജ് അയക്കും? ആരെങ്കിലും വിളിക്കും? ആരെങ്കിലും ഇപ്പോൾ വിളിക്കുന്നുണ്ട്? ആക്ച്വലി എല്ലാ ആൾക്കാരും വാട്സപ്പിൽ മെസ്സേജാണ് അയക്കുന്നത്. ആരും വിളിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു, ഹായ് ഇടുന്നു, ഹലോ ഇടുന്നു, കാര്യം പറയുന്നു, പോകുന്നു. അപ്പോൾ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമൊക്കെ തന്നെ അല്ലെങ്കിൽ ടെലിഗ്രാമൊക്കെ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും ഈ ലോകവും തമ്മിലുള്ള ബന്ധമേ അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മൾ നമ്മളെ സംഭവമായി. അതാണ്, സന്യസിക്കാൻ വല്ലതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ. അല്ലാതെ ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൊബൈൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നാലേ പറ്റുള്ളൂ. അതിനിപ്പോൾ സൗഹൃദമായിരുന്നാലും എന്ത് സംഭവമായിരുന്നാലും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ താമസിക്കുന്ന നമ്മളും ജോലിക്ക് അഥവാ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു 3 പേരുമായിട്ടുള്ള ബന്ധവും അത് മാത്രമായി പോവും ഇപ്പോഴത്തെ സെറ്റപ്പിൽ. ഈ മൊബൈൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ്, ഈ ടെക്നോളജി എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ പല ഓർമ്മകളുമാണ് ഇപ്പോഴും. ആക്ച്വലി എനിക്ക് ഇവിടെ നിന്ന് വിട്ടുപോയി എന്ന് തോന്നുന്ന വേറൊരു സംഭവമുണ്ട്, ഒരു കലാപരിപാടി. എന്താണെന്നറിയാമോ? അച്ഛനും അമ്മയൊക്കെ ഓട്ടിച്ചിട്ട് അടിക്കണത്. എൻ്റെ വീട്ടിൽ അമ്മയാണ്. അതൊക്കെ ഒരു സമയം, മനസ്സിലായില്ലേ? അത് നമുക്ക് ഇപ്പം ആലോചിക്കുമ്പോഴത്തേക്ക് അത്രയും സന്തോഷമാണ് സത്യം പറഞ്ഞാൽ വരേണ്ടത്. സത്യം ഈ മടല് വെട്ടിയൊക്കെയാണ് ഓരോ ഓട്ടിച്ചിട്ടൊക്കെ അടിക്കുന്നത്. ക്നാഞ്ഞിലെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ അറിയുമെന്നറിയില്ല. മറ്റേ കൊച്ചങ്ങയൊക്കെ നിൽക്കുന്ന, അത് കൊച്ചങ്ങയെന്ന് പറഞ്ഞാലും അറിയില്ല. ഈ തെങ്ങിൻ്റെ ഇതുണ്ടാവുമല്ലോ, ആ പൂക്കുല പോയി അത് മറ്റേ മച്ചിങ്ങ, നിങ്ങൾ അങ്ങനെയൊക്കെ പറയുമെന്ന് തോന്നുന്നു. ആ സംഭവമായി പോയിട്ട് നിൽക്കുന്ന ഇങ്ങനെ തുരുതുരുതരാ നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വെച്ചുള്ള അടിയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നൊന്നര അടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ആരെങ്കിലും കൈയൊക്കെ കാണിച്ചാൽ തന്നെ അപ്പോൾ പോലീസ് വരുന്നു, കേസാവുന്നു, അല്ലെങ്കിൽ അത് ബാലപീഡനം കണക്കാക്കി അങ്ങനത്തെ സംഭവത്തിലോട്ട് പോകുന്നു. പക്ഷെ നമ്മളെയൊക്കെ അടിച്ചാടി അത് ആ കാലഘട്ടത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ഒരു സംഭവം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് പഴയ ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു 90s എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പം പുതിയ കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രായമായവരെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടുപേരെ മൈൻഡുകളും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അതായത് കുറച്ച് പഴയ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷമം വരും, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ പുതിയ ആൾക്കാർക്ക് അത് അങ്ങനെ ഇല്ലെന്നല്ല, പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം വരില്ല. കാരണം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലല്ല അവർ ഇതായി വരുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചാണ് പഠിപ്പിക്കണത്. എൻ്റെ മോനെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കുകയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ അടിയൊന്നുമല്ല, ഓട്ടിച്ചിട്ടൊക്കെയാണ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റ് നമുക്ക് മനസ്സിലാവുന്നു, നമ്മുടെ മൈൻഡ് തന്നെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാവുന്നു. പുതിയ ന്യൂ ജനറേഷനിലാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. തെറ്റെന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് പലതവണ അത് ഇപ്പം ഞാൻ ഒരു സംഭവം കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ഒരു പയ്യൻ പെട്രോൾ അടിക്കാൻ വന്നിട്ട് എന്തൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു അപ്പൂപ്പനാണെങ്കിൽ അവിടെ നിന്ന് പെട്രോൾ അടിക്കണം, അങ്ങേരെ എന്തോ അടിക്കാൻ പോണ രീതിക്കാണ് അടിക്കാൻ പോണ്, വേറൊരു പയ്യൻ പിടിച്ചു മാറ്റാണ്. ആ ചെറുക്കനൊക്കെ ഒരു 14-15 വയസ്സെന്തോ ആവുകയുള്ളൂ. അപ്പോൾ ഒരു മൂത്ത ആൾക്കാരെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവർ ബഹുമാനിക്കേണ്ട ആൾക്കാരാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്കില്ല.
പക്ഷെ പഴയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സംഭവവും അതിനിപ്പോൾ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാവും ആ അടി ഇപ്പം കിട്ടുമെന്നുള്ളത്, മനസ്സിലായില്ലേ? പക്ഷേ ഈ കാലഘട്ടത്തിൽ ആ ഒരു സംഭവമേ ഇല്ല. അതൊരു വേദന ഉള്ള മധുരമായിട്ടുള്ള ഓർമ്മയെന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിലായില്ലേ? അടിച്ച് വളർത്തി എടുത്ത് നമ്മളിങ്ങനെ നല്ല രീതിയിൽ വളർന്നു വന്നു എന്നുള്ളത് തന്നെ. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ അത് പറ്റൂല എന്നുള്ളതാണ്. ആരെങ്കിലും അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം വീഡിയോ വരും, യൂട്യൂബിൽ ലൈവ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് എന്നെ ഓട്ടിച്ചിട്ടടിച്ചെന്നുള്ളത്. ഇതൊക്കെയാണ് ഈ ടെക്നോളജി വളരുമ്പോഴത്തേക്കും മനുഷ്യൻ കല്ലായി പോകുന്നു എന്ന് പറയുന്ന സംഭവങ്ങൾ മനസ്സിലായിട്ടില്ലേ? ആൾക്കാർ ആൾക്കാരുടെ മനസ്സൊക്കെ തന്നെ വലിയ പ്രശ്നത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് മനസാക്ഷിക്കോ അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹത്തിനോ ഒക്കെ ഒരു വില ഉണ്ടാവുമോ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പവർ ഉണ്ടാവുമോ എന്നുള്ള കേസ് കണ്ടു വേണം അറിയാനായിട്ട്. ഇപ്പൊ റിലേറ്റീവ്സ് കാര്യങ്ങളല്ലോ. ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമ്മളൊക്കെ അവിടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയി താമസിക്കുക, ഒരു ദിവസം 2 ദിവസം പോയി നിൽക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് പക്ഷെ അതൊന്നുമില്ല. കാരണം ഇന്ന് എല്ലാവരും തിരക്കിലേക്ക് പോയത് കൊണ്ട് റിലേറ്റീവ്സിൻ്റെ തോന്നുന്നുണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ ആ സൗകര്യങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ ഒരു അന്നത്തെ ഇന്നത്തെ ഒരു വ്യത്യാസം ബന്ധങ്ങളിൽ റിലേറ്റീവ്സിൻ്റെ അടുത്ത് കുടുംബക്കാരുടെ അടുത്ത് എങ്ങനെയാണ് അന്ന് എന്നുള്ളൊരു വ്യത്യാസം. ബ്രോ ഞാൻ അയക്കുകയാണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ താമസിച്ചാണ് വന്നത്, അതുകൊണ്ടാണ് അയക്കാൻ പറ്റാത്തത്. റോഡിൽ നിന്ന് അയക്കാനുള്ള സ്കീമുണ്ട്, പക്ഷെ റോഡിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ ഈ സൗണ്ടൊക്കെ കേൾക്കും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് അയക്കാത്തത്. റിലേറ്റീവ്സ് ബ്രോ പറഞ്ഞത് അതൊരു കറക്റ്റാണ്. പക്ഷേ ആക്ച്വലി നമുക്ക് അധികം റിലേറ്റീവ്സ് സംഭവങ്ങളൊന്നും ഇല്ല. അതായത് ഒരു കുറേ ആൾക്കാർ അല്ലെങ്കിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെന്ന് പറഞ്ഞതൊന്നും ഇല്ലെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി പഴയ സമയങ്ങളിൽ പണ്ട് അത് ഇങ്ങോട്ട് പറഞ്ഞത് മാത്രമല്ല, നമ്മൾ അങ്ങോട്ട് പോയി നിൽക്കണതായിരുന്നാലും ഒരു ഉദാഹരണം, നമ്മളിപ്പോൾ സ്കൂൾ അടയ്ക്കുന്ന സമയമുണ്ട്. ആ സ്കൂൾ അടയ്ക്കുന്ന സമയം 10 ദിവസം നമ്മൾ നോക്കി നിൽക്കും. 10 ദിവസത്തിൽ ആരെങ്കിലും പ്രത്യേകം വീട്ടിൽ പോയി നിൽക്കണം. അത് നമുക്കൊരു ടൂർ പോകും കണക്കാണ്. 10 ദിവസത്തിൽ വല്യമ്മേരെ അപ്പച്ചീരെയൊക്കെ വീട്ടിൽ പോയി നിൽക്കുന്നു, അവിടെയുള്ള കൊച്ചുങ്ങളൂടെ കളിക്കുന്നു, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരുന്നു, ഇവിടെ നിൽക്കുന്നു. അതൊക്കെ ഒരു അടിപൊളി സംഭവമാണ്, മനസ്സിലായില്ല? പക്ഷേ ഇപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പം ആക്ച്വലി ഒരു ബന്ധുക്കളൊക്കെ ഉണ്ടെന്നുള്ള സംഭവം പോലും ആർക്കും ഒരിതുമില്ല. എല്ലാവരും അവരവരതായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങ് മുഴുകി നടക്കുന്നു. കാരണം ആർക്കും ഒരു സമയമില്ല. ഈ ടെക്നോളജി എന്ന് പറയുന്ന സംഭവം വളർന്നതുകൂടി തന്നെ, അതുപോലെ തന്നെ ഈ 2000 മേളിലോട്ടായ പിന്നെ അങ്ങനത്തെ ഒരു സ്കീമിംഗ് ഒന്നും ഇല്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കുന്നു, അവരവരുടെ കാര്യം നോക്കാൻ പോലും സമയമില്ല. അങ്ങോട്ടോട്ടോ ഇങ്ങോട്ടോട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനും ആൾക്കാരില്ല, അങ്ങോട്ട് പോകാനും ഇല്ല. പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പം മരണമോ കല്യാണമോ ചില മരണം നടന്നാൽ വരെ നമ്മളെ വീട്ടിലെ ആൾക്കാർ കുറേ പേര് ഉണ്ടാവും, അവർ താമസിക്കും. പിന്നെ അന്നത്തെ അറിയാമല്ലോ സ്വാഭാവികമായിട്ട്. ഇന്ന് മരണം നടന്നു കഴിഞ്ഞാൽ നാളെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ എന്ത് തമാശയുള്ള സ്ഥലം കണക്കാണ്. അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ വരും, നമ്മളൊരു റൂമിൽ തന്നെ അല്ലെങ്കിൽ ഹാളിൽ തന്നെ പരം പിടിച്ചിട്ട് എല്ലാ ആൾക്കാരും നേർന്ന് കിടക്കും. അതൊക്കെ ആക്ച്വലി ഒരു അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ അങ്ങനത്തെ ഒരു സംഭവമോ സ്കൂൾ അടയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ സ്കൂളിൽ പോകാത്തതുകൊണ്ട് അങ്ങനത്തെ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്ത് അതൊരു പ്രത്യേക ഒരു ഇതാണ്. നമ്മൾ സ്കൂൾ അടയ്ക്കാനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയും അവിടെ പോകണം, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കളിപ്പാട്ടങ്ങളുണ്ടാകും. പണ്ട് നമുക്ക് ഇങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ലല്ലോ. അത് കളിപ്പാട്ടമൊക്കെ അപ്പുറത്തുണ്ടെങ്കിൽ ഉണ്ട്, ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം കണക്കല്ലേ. ഇപ്പോഴത്തെ എല്ലാ ആൾക്കാർക്കും ഒരു മൊബൈൽ മാത്രം മതി. പണ്ടത്തെ കണക്കല്ലല്ലോ. പണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 7 കല്ലടിച്ച് അടുക്കി വെച്ചിട്ട് 70s കളി, ക്രിക്കറ്റ് കളി, ആൾക്കാർ കൂടാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പിന്നെ കച്ചി കളി, നമ്മൾ ഈ കച്ചി എന്ന് പറയുന്നത് നമ്മൾ ഗോലി എന്ന് പറയും, നിങ്ങളവിടെ എന്തെങ്കിലും പറയുമെന്നുള്ളത് അറിയില്ല. അത് എന്തൊക്കെയായിരുന്നു. ഇപ്പം ആർക്കെങ്കിലും മണ്ണിൽ കളിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല, ആർക്കും താല്പര്യമില്ല. എല്ലാ ആൾക്കാരും മൊബൈൽ എടുക്കുന്നു, ഫ്രീ ടൈം ഉണ്ടെങ്കിൽ റീല് കാണുന്നു എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അതൊക്കെ ഒരു കാലം. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ. നമുക്ക് ഒരു എത്തും പിടിയില്ലാത്ത സംഭവമാണ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. മൊബൈലുള്ളിടത്തോളം അല്ലെങ്കിൽ ആ മൊബൈൽ അതിൽ കിട്ടുന്ന സംഭവത്തിനേക്കാളും അല്ലെങ്കിൽ പബ്ജീനെ കണക്ക് വരുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷേ അതൊന്നുമല്ല. ഇതൊക്കെ അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ കാലത്ത് അതൊക്കെ ഒരു സന്തോഷമാണ്, മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികളോട് ഇത് പറയുന്ന സമയത്ത് പണ്ട് നമ്മളെ ഫാദേഴ്സിൻ്റെ ആ ഒരു ജനറേഷനിലെ ആൾക്കാരൊക്കെ നമ്മളോട് പറയുന്നില്ലേ, നമ്മൾ അത്രയും ദൂരം നടന്നിട്ടാണ് പോയത്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ബൈക്കിലാണ് പോയത്, നമ്മുടെ താഴത്തുള്ളത് അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുക്കും. അവർക്കിത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് അറിയില്ല. ആ രീതിയിലാണ്. അതായത് ഇപ്പോൾ ഇതൊക്കെ ഓൺലൈനിലേക്ക് ഇനി മാറുന്ന പോകുന്ന കാലഘട്ടമാണല്ലോ. അപ്പം ഇനി അവർക്കിത് അവർക്കൊക്കെ ഏത് രീതിയിലായിരിക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്.
ഒരു കഥ പോലെ കേൾക്കാം, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഓരോ ജനറേഷനിലെ കഥ കേൾക്കുന്ന പോലെ. പിന്നെ അതിന് ഇത്രയൊക്കെ മൊബൈലാണല്ലോ. മൊബൈലാണ് നമ്മളെ തീരുമാനിക്കും. നല്ലതും മോശമൊക്കെ മൊബൈൽ കൊണ്ടുപോയി. ഇന്നത്തെ ജനറേഷനുള്ള ഈ കുട്ടികളോട്, കേൾക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഈ ടെക്നോളജി ഇന്ന് നമ്മളെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ആയി വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഈ 90s നിൽക്കുന്ന ഞങ്ങൾ ആ ഒരു ടെക്നോളജിയുടെ ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടത്തും അതിൻ്റെ കൂടെ ടെക്നോളജീൻ്റെ കൂടെ വളർന്നു വന്നവരാണ് ഞങ്ങൾ ഈ 90s അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ 90s എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ ആളുകൾ ടെക്നോളജി നല്ല രീതിയിൽ വന്നതിന് ശേഷം അതിൻ്റെ കൂടെ ചെറിയ പ്രായം തൊട്ടേ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നമുക്കറിയാം, അതുപോലെ ആ ഒരു ചെറിയ പ്രായം തൊട്ടേ ഉപയോഗിച്ചുകൊണ്ട് വരികയാണ്. ഞങ്ങൾ ഏകദേശം എനിക്ക് വന്നൊരു 17 വയസ്സൊക്കെ ആ ടൈമിനാണ് അപ്പോൾ മൊബൈൽ തന്നെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് അതൊക്കെ നിസ്സാരമാണ്. ഇന്ന് ചെറുപ്പത്തിലേ ഫോണ് ടെക്നോളജിയിലാണ് വളരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ടെക്നോളജിയിൽ നിന്ന് മാറി നിന്നിട്ട് വേറൊരു ലോകം, അങ്ങനത്തെ ഒരു ടെക്നോളജി ഇല്ലാത്തൊരു ലോകമൊക്കെ ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീൽ ഗുഡും വേറെ തന്നെയാണെന്നും കൂടെ ഈ ഒരു കോൺവെർസേഷനിൽ അറിയിക്കാം.